വലിയവനായ ദൈവമേ, അങ്ങേക്ക് കോടാനുകൂടി സ്തോത്രം. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് ഇന്നത്തെ പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 7, ഒന്നാമത്തെ വായനാ ഭാഗം, ആവർത്തന പുസ്തകം 24. ദൈവം പറയുന്നത്, നിങ്ങൾക്ക് ദൈവം അനുവദിച്ചു തരുന്ന ദേശം, ആ ദേശം ഒരു കാരണത്താലും അശുദ്ധമാകരുത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ദൈവം ഈ കൽപ്പനകളൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം. ദേശം അശുദ്ധമാകണമെങ്കിൽ മനുഷ്യർ അശുദ്ധമാകണം. മനുഷ്യൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനുഷ്യൻ അശുദ്ധമാകുന്നത്, അതുവഴി ദേശം അശുദ്ധമാകുന്നത്. ഇവിടെ ഒരു പുരുഷനൊരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായത് വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ മറ്റൊരു പുരുഷനായി ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്തൊരു ഉപേക്ഷണ പത്രം എഴുതി അവളുടെ കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ട് എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച് മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. അപ്പോൾ ഈ ഉപേക്ഷണപത്രം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വേറെ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒരാൾ ഇഷ്ടമില്ല എന്ന് തോന്നി ഉപേക്ഷണപത്രം കൊടുക്കാമോ? അങ്ങനെ കൊടുക്കാൻ പാടില്ല. അവളുടെ അനിഷ്ടം ഉള്ളത് ന്യായമായ അനിഷ്ടമായിരിക്കണ്ടേ. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂലിക്കാരന് കൂലി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അത് അന്നന്ന് കൊടുക്കണമെന്നാണ് പറയുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവനതിനെ കൊടുക്കണം. കാരണം അവൻ ദരിദ്രനും അതിനായി ആശിച്ചു കൊണ്ടിരിക്കുന്നവനുമാണ്. ഇപ്പം നിനക്ക് വിരോധമായി യഹോവയോട് ദൈവത്തോട് നിലവിളിക്കാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരും. അതുകൊണ്ട് അത് ചെയ്യരുത്. പിന്നെ മക്കൾക്ക് പകരം അപ്പന്മാർ ശിക്ഷിക്കപ്പെടരുത്. അപ്പന്മാർക്ക് പകരം മക്കളും ശിക്ഷിക്കപ്പെടുകയോ മരണശിക്ഷ അനുഭവിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. അവരവരുടെ പാപത്തിന് അവരവർ മരണശിക്ഷ അനുഭവിക്കണം. അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അതുപോലെ തന്നെ കുഷ്ഠരോഗത്തിൻ്റെ കാര്യത്തിലും, കുഷ്ഠരോഗം വന്നാൽ കുഷ്ഠരോഗം വരുന്നവനെ മാറ്റണം, പാളയത്തിന് പുറത്താക്കണം, ദേശത്ത് നിന്ന് ദൂരസ്ഥലത്ത് മാറ്റി പാർപ്പിക്കണം. അവന് അത് പുരോഹിതൻ പരിശോധിക്കണം. സമയാസമയങ്ങളിൽ പരിശോധിച്ച് അവൻ്റെ കുഷ്ഠരോഗത്തിൻ്റെ വളർച്ചയും അല്ലെങ്കിൽ കുഷ്ഠരോഗം അവൻ്റെ ശരീരത്തിൽ ക്ഷയിക്കുന്നതും ഒക്കെ നോക്കി അവനെ പിന്നെ ശുദ്ധീകരിക്കുന്ന പ്രോസസ് വരെ അത് പിന്തുടരണം പുരോഹിതൻ. അതും അശുദ്ധമാണ്. അവൻ അശുദ്ധമാകുന്നു. അതുപോലെ തന്നെ അവൻ മറ്റുള്ളവരെ അശുദ്ധമാക്കുന്നു, ദേശം അശുദ്ധമാക്കുന്നു. അങ്ങനെ മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം. മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം. എന്താണ്? തൻ്റെ സഹോദരന്മാരെ ഇസ്രായേൽ മക്കളിൽ ഒരുത്തനെ മോഷ്ടിച്ച് അവനോട് കാഠിന്യം പ്രവർത്തിക്കുക. അപ്പോൾ മനുഷ്യനെ മോഷ്ടിക്കുന്നതാണ്, സഹോദരന്മാരെ മോഷ്ടിക്കുന്നത്. ഇസ്രായേലിൻ്റെ ജനത്തിനെ ഒരുത്തൻ മോഷ്ടിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നാണ്. മറ്റേ മോഷണത്തിന് വേറെ ശിക്ഷകളാണല്ലോ. മരണശിക്ഷ, ജീവനെടുക്കുന്ന ശിക്ഷയില്ല. പരദേശിയുടെ അനാഥൻ്റെയും ന്യായം മറച്ചു കളയരുത്. അപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന അവരുടെ വയൽ, അതുപോലെ തന്നെ ഒലിവിൻ്റെ വൃക്ഷത്തിൻ്റെ മിച്ചം വരുന്നത്, അതുപോലെ മുന്തിരിങ്ങയുടെ അതിൽ മിച്ചം വരുന്നത്, അപ്പോൾ അതെന്തെങ്കിലും മറന്ന് വയലിലിരുന്ന് പോയാൽ അതൊന്നും എടുക്കരുത്. അത് പിന്നെ പോയി എടുക്കാനൊന്നും പോകരുത്, അല്ലെങ്കിൽ അതൊന്നും എടുക്കരുത്. അതൊക്കെ അനാഥനും പരദേശിക്കും വിധവയ്ക്കും ഉള്ളതാണ്. ഒലിവൃക്ഷമാകുമ്പം ഫലം തെല്ലുമ്പോൾ തീർത്ത് പറിക്കരുത്, കുറേ അവിടെ വിട്ടേക്കണം. അതുപോലെ മുന്തിരി എടുക്കുമ്പോൾ അങ്ങ് തീർത്ത് കത്തിച്ച് എല്ലാം വിളഞ്ഞതും വിളയാത്തതും പൊട്ടും പൊടിയും എല്ലാം എടുത്തുകൊണ്ട് പോകരുത്. കുറേ അവർക്ക് തിന്നാൻ കൊള്ളാവുന്നത് ഈ പറഞ്ഞ പരദേശിക്കും അനാഥനും വിധവയ്ക്കും വെച്ചേക്കണം. എന്തൊരു വ്യവസ്ഥയാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അപ്പം അങ്ങനെ അത്രയും വലിയവനായ ദൈവം, കരുതലുള്ള ദൈവം, അനാഥനെയും പരദേശിയെയും വിധവയ്ക്കും കരുതുന്ന പരദേശിയാണ്. പരദേശി ഇസ്രായേലിനല്ല. ഈ അനാഥനായിരിക്കുന്നവന് ഇസ്രായേലിനാകണമെന്നില്ല. വിധവയായിരിക്കുന്നവരും ഇസ്രായേലിൽ അല്ലാത്തവരാകാം. പരദേശി എന്തായാലും ഇസ്രായേലിനല്ല. അവരെ കൂടി കരുതുന്ന ദൈവം. ആ കരുതൽ ആര് വഴിയാണ് ചെയ്യേണ്ടത്? നമുക്ക് ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇസ്രായേൽ ജനത്തിനോടാണ് പറയുന്നത്, നിങ്ങളത് ചെയ്യണമെന്ന്, അവർക്ക് വേണ്ടി അത് ചെയ്യണമെന്ന്. അപ്പോൾ അതാർക്കതിൻ്റെ ഗുണം?
അവർക്ക് തുച്ഛമായി കിട്ടുന്ന ഗുണം വലിയ അളവിൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവം എന്തിനാണ് അത് ചെയ്യുന്നത്? അവർക്ക് ആഹാരം കിട്ടണം, സംശയമില്ലാത്ത കാര്യം. അതെന്തിനാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്? നമ്മളെ അനുഗ്രഹിക്കണമെന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണമെന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണിത്. അപ്പോൾ അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച് താനും തൻ്റെ കുടുംബവും മക്കളും തൻ്റെ വസ്തുവകകളും സമ്പത്തും ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് കൊടുക്കാനുണ്ടാകുന്ന അവസ്ഥ, വാങ്ങിക്കുന്ന അവസ്ഥ എന്തൊരു ദരിദ്രമായ അവസ്ഥയാണ്, എന്തൊരു കഷ്ടം പിടിച്ച അവസ്ഥയാണ്. അതൊരു ദൈവവേദന നല്ല അല്ല. വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. കൊടുക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം വേണം. അതിനെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. നീ ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണം. ആ കൊടുക്കുന്നത് ആവശ്യക്കാരനാണ് കൊടുക്കുന്നത്. അനാഥനും പരദേശിക്കും വിധവയ്ക്കും കൊടുക്കുമ്പോൾ അവർക്ക് അല്പമായിട്ട് ലഭിക്കുന്ന ആ അന്നത്തെ വിശപ്പ് മാറുകയോ അല്ലെങ്കിൽ കുളിര് മാറുകയോ അല്ലെങ്കിൽ മരുന്ന് വെച്ച് കെട്ടാനുള്ള സാധനമോ ഒരു ഷെൽട്ടറോ എന്തെങ്കിലും കൊടുക്കുന്ന വഴി അവന് തുച്ഛമായി കിട്ടുന്നത്, അവൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അവന് കിട്ടുന്നത്. നമ്മൾ വലിയൊരളവിൽ നിന്നായിരിക്കും ചെറിയൊരു പാർട്ട് കൊടുക്കുന്നത്. അത് ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന വഴി നമുക്ക് വലിയ അളവിൽ അനുഗ്രഹം ലഭിക്കാൻ ഇടയാകും. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് നമ്മൾ ദൈവജനം അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് മറക്കരുത്. രണ്ടാമത്തെ വായനാഭാഗം ഉത്തമഗീതം 4-ാം അധ്യായം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ സ്നേഹം, കരുണ, സംരക്ഷണം ഇതൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രീതിപ്പെടുത്തൽ, സന്തോഷിപ്പിക്കൽ ഇതൊക്കെ നമുക്ക് തുടർന്നും കാണാൻ കഴിയും. അവിടെ മണവാളൻ മണവാട്ടിയോട് അല്ലെങ്കിൽ കാമുകൻ കാമുകിയോട്, ക്രിസ്തു തൻ്റെ സഭയോട് അങ്ങനെ നമ്മൾ കാണുന്നുള്ളതിന് അവിടെ പറയുന്നത്, എൻ്റെ പ്രിയേ നീ സുന്ദരി തന്നെ. ഈ സഭ നമ്മൾ വിചാരിക്കും അവിടെയുള്ള കത്തോലിക്ക സഭയോ ഇവിടെയുള്ള മർത്തോമ സഭയോ അവിടെയുള്ള ക്രിസ്ത്യൻ സഭയോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഒരിക്കലും അങ്ങനല്ല. ഒരു മണവാളനും ഒരു മണവാട്ടിയുമുള്ളൂ. അപ്പം അങ്ങനെ ലോകത്താകമാനമുള്ള ദൈവത്തിൻ്റെ സത്യം അന്വേഷിച്ച് വിശ്വസിക്കുന്ന ആ ഒരു കൂട്ടവും ക്രിസ്തു, അങ്ങനെ രണ്ടേ ഉള്ളൂ. അല്ലാതെ ഓരോ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും കൊട്ടാരക്കരയും അങ്കമാലിയിലെയും പിന്നെ കോഴിക്കോട്ടെയും പിന്നെ ബെൽഫാസ്റ്റിലെയും വാഷിങ്ടണിലെയും ഓരോ എല്ലാം വിശ്വാസമുള്ള എല്ലാം കൂടി ചേർത്തൊരു ഒറ്റ സഭയാണ്. അവിടെ നീ സുന്ദരി തന്നെ, നിൻ്റെ മൂടുപടത്തിൻ്റെ നടുവേ നിൻ്റെ കണ്ണ് പ്രാവിൻ കണ്ണ് പോലെ ഇരിക്കുന്നു. നിൻ്റെ തലമുടി ഗിലിയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. നിൻ്റെ പല്ല് രോമം കത്തിരിച്ചിട്ട് കുളിച്ച് കയറി വരുന്ന ആടുകളെപ്പോലെ ഇരിക്കുന്നു. അവയിലൊന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. അപ്പോൾ റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ ആടുകളെപ്പോലെ ഇരിക്കുന്നു പറഞ്ഞാൽ അവയിലൊന്നും മച്ചിയായിരിക്കാതെ. ഇപ്പോൾ 100 ആടുണ്ടെങ്കിൽ 100 ആടും മച്ചിയല്ല, 100 ആടും പ്രസവിക്കാൻ മാത്രമല്ല ഇരട്ട പ്രസവിക്കുന്നു. അത് അർത്ഥമാക്കുന്നത് അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നവർ സഭ, ഫലം പുറപ്പെടുവിക്കുന്ന സഭ എന്നർത്ഥത്തിലാണ്. ഫലം പുറപ്പെടുവിക്കുന്ന ദൈവമക്കൾ ആ അർത്ഥത്തിലാണ്. അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. അങ്ങനെ താഴോട്ട് വന്നിട്ട് നീ എൻ്റെ പ്രിയ നീ സർവാംഗ സുന്ദരി. അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ഏറ്റവും സുന്ദരമായ, ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ക്രിസ്തു ജീവൻ കൊടുത്ത് നേടിയ തൻ്റെ സഭ, അതിനപ്പുറത്ത് ക്രിസ്തുവിന് ഇഷ്ടമോ സ്നേഹമോ വാത്സല്യമോ കരുതലോ ഉള്ള വേറെ ഒന്നും ക്രിസ്തുവിനില്ല. ക്രിസ്തുവിന് ഈ സഭയാണ് ക്രിസ്തുവിന് ഏറ്റവും വലുത്. എൻ്റെ പ്രിയ നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഊനമില്ലെന്നാണോ എൻ്റെ അർത്ഥം? ഊനമില്ലാതിരിക്കുന്നതാണ് എൻ്റെ സഭ എന്നർത്ഥത്തിലാണ്. ഇല്ലെങ്കിൽ അത് ഊനമില്ലാതെ ആക്കും. യോഗ്യതയുള്ളവരെല്ലാം ചേർത്ത് ക്രിസ്തുവിൻ്റെ വരവിൽ അതിനെ ഊനമില്ലാത്തതാക്കി ക്രിസ്തുവോട് കൂടി വസിക്കുന്ന കാലത്തിലേക്ക്, അതിനെ ദൈവത്തോടു കൂടി വസിക്കുന്ന കാലത്തിലേക്ക് അതിനെ ക്രിസ്തു തന്നെ കൊണ്ടുവരും. എൻ്റെ സഹോദരി, എൻ്റെ കാന്തയെ. അപ്പം അവിടെ ഒരു കാര്യമാണ്, എൻ്റെ സഹോദരി എന്നാണ് വിളിക്കുന്നത്. അപ്പം ക്രിസ്തു ഈ സഭയെ സഹോദരി എന്ന് വിളിച്ചാൽ, അപ്പം ക്രിസ്തുവിൽ ആണ് നമ്മളൊരാളെ സഹോദര എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ സഹോദരി എന്ന് വിളിച്ചാൽ ഏത് അർത്ഥത്തിലാണ് സഹോദരൻ? എൻ്റെ അമ്മയുടെ, എൻ്റെ അപ്പൻ്റെയോ മകളോ മകനോ അല്ല എൻ്റെ സഭയിൽ എൻ്റെ കൂടെ ഉള്ളത്.
അപ്പോൾ എവിടെയാണ് ഈ നമ്മൾ സഹോദര സഹോദരി എന്ന് വിളിക്കും? ചുമ്മാ ഒരു രസത്തിന് വിളിക്കുന്നതാണ്, സന്തോഷത്തിന് വിളിക്കുന്നതാണ്, എന്തെങ്കിലും വിളിക്കണ്ടേ, അങ്ങനെ വിളിക്കുന്നതാണ്. അല്ലെങ്കിൽ നീ സഹോദര എന്ന് വിളിക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. അതിനേക്കാളും വേറെ അളിയാന്ന് വിളിക്കുന്നതോ സഖാവെന്ന് വിളിക്കുന്നതോ കൂട്ടുകാരാന്ന് വിളിക്കുന്നത് എടാന്ന് വിളിക്കുന്നതോ പേര് വിളിക്കുന്നതല്ല. ഏറ്റവും നല്ലത് സഹോദരാന്ന് വിളിക്കുന്നതല്ലേ? അതുകൊണ്ട് സഹോദരാന്ന് വിളിക്കുന്നതാണോ? അതിൻ്റെ സത്യം മനസ്സിലാക്കിയിട്ട് വേണം ആ സഹോദരാന്ന് വിളിക്കാൻ. അങ്ങനെ ആണെങ്കിലേ വിളിക്കാവൂ. ഇപ്പം ഞാൻ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുമ്പോൾ, ശ്രദ്ധിക്കണം, ഞാൻ വിശ്വസിച്ച് എന്ത് വിശ്വസിക്കുന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഞാൻ വചനപ്രകാരമുള്ള കാര്യങ്ങളാണ് വിശ്വസിക്കേണ്ടത്. ഞാൻ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഞാൻ ആ സമയത്ത് ക്രിസ്തുവിലൂടെ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലാകും, അബ്രഹാമിൻ്റെ പൈതലാകും, യഹൂദനാകും, ഇസ്രയേലിനാകും, വാഗ്ദത്തത്തിന് അവകാശിയാകും, നിത്യജീവൻ പ്രാപിക്കും. ഇതിനകത്ത് വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പൈതലാകും. എങ്ങനെ പൈതലാകും? യേശുക്രിസ്തുവിലൂടെ ഞാൻ ദൈവത്തിൻ്റെ പൈതലാകും. ഞാൻ ദൈവത്തിൻ്റെ പൈതലാകുമ്പോൾ, ദൈവത്തിൻ്റെ മകനാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളാകുന്ന എൻ്റെ ഒരു സഹോദരി ദൈവത്തിൻ്റെ മകളാകുമ്പോൾ, ദൈവത്തിൻ്റെ ആദ്യജാതൻ എന്ന് പറയുന്ന ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യജാതനായിരിക്കുന്ന യേശുക്രിസ്തു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവും ഞാനും തമ്മിലുള്ള ബന്ധമെന്താണ്? ദൈവം എനിക്ക് സ്വർഗത്തിലെ പിതാവായിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ദൈവം പിതാവായിരിക്കുമ്പോൾ, ഞങ്ങൾ രണ്ടുപേരുടെയും പിതാവ് ഒരാളായിരിക്കുമ്പോൾ, ഞാനും യേശുവും തമ്മിലുള്ള ബന്ധം സഹോദര ബന്ധമാണ്. എനിക്ക് ക്രിസ്തു എൻ്റെ മൂത്ത സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്. ദൈവരാജ്യത്തിൻ്റെ ആദ്യജാതനായതുകൊണ്ട് ജ്യേഷ്ഠ സഹോദരനാണ്. ആ ജ്യേഷ്ഠ സഹോദരൻ, അപ്പോൾ ആ ക്രിസ്തുവിലാണ്, ക്രിസ്തു എനിക്ക് സഹോദരനായിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ സഹോദരനായ ഇവനും എനിക്ക് സഹോദരൻ, അല്ലെങ്കിൽ ഇവളും എനിക്ക് സഹോദരി. അപ്പോൾ ദൈവത്തിൻ്റെ പൈതലായിരിക്കുന്ന യേശുവും ദൈവത്തിൻ്റെ പൈതലായിരിക്കുന്ന ഞാനും സഹോദരങ്ങളായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പൈതലായിരിക്കുന്ന ഒരു മനുഷ്യനും വേറൊരു സ്ത്രീയും ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സഹോദരനും സഹോദരിയുമായിരിക്കുന്ന ആ സ്ത്രീയും പുരുഷനുമായിട്ട് ഞാനും സഹോദര ബന്ധമാണ്. അങ്ങനെയാണ് ക്രിസ്തുവിൽ സഹോദരൻ, ക്രിസ്തുവിൽ സഹോദരി എന്ന് വിളിക്കുന്നത്. വെറുതെ സഹോദര സഹോദരി എന്ന് വിളിച്ചാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ആ മറ്റേ പ്രതിജ്ഞാവാക്യം പോലെയാവും. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. ഇതൊരു ചുമ്മാ ഒരു കാര്യമില്ലാത്ത ഒരു പ്രസ്താവന മാത്രമാണ്. ഇന്ത്യക്കാരെൻ്റെ സഹോദരന്മാരാണെന്ന് വിളിക്കുന്നത് നല്ല കാര്യം, ശരി, പക്ഷേ അതിനൊരു അടിസ്ഥാനമില്ല. പക്ഷേ ഇവിടെ അടിസ്ഥാനമുണ്ട്, പ്രിയമുള്ള എൻ്റെ സഹോദരി. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം ഒരാൾ സഹോദരനാകുന്നതും സഹോദരിയാകുന്നതും. ദൈവത്തിൻ്റെ പൈതലാകുന്നത് കൊണ്ടാണ് ഞാനും വേറൊരാളും സഹോദരനാകുന്നത്. അങ്ങനെ ക്രിസ്തു മകനായതുകൊണ്ട് ക്രിസ്തുവും ഞങ്ങൾക്ക് എനിക്ക് സഹോദരനാവും. ആ ക്രിസ്തുവിലാണ് ഞാൻ ദൈവത്തിൻ്റെ പൈതലായത്. ആ ക്രിസ്തുവിലാണ് ഞാൻ ഞാൻ ക്രിസ്തു സഹോദരനായിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ സഹോദരനായിരിക്കുന്നു, സഹോദരിയായിരിക്കുന്നു. വേറൊരാളും എനിക്ക് സഹോദരനും സഹോദരി, ക്രിസ്തുവിൽ സഹോദരനും സഹോദരിയുമാകുക. അങ്ങനെ ഇവിടെ വായിക്കുമ്പോൾ ഇവിടെ നമ്മളെന്താ വായിച്ചത്? എൻ്റെ സഹോദരി എൻ്റെ കാന്തയെ. അപ്പോൾ യേശു ഈ സഭയുടെ മണവാട്ടിയായിരിക്കുന്ന ആളുകളിൽ ഓരോരുത്തരും എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ സഹോദരിമാരും സഹോദരന്മാരുമാണ്. ആശയം മനസ്സിലാക്കണം. വെറുതെ വിളിച്ചിരിക്കുന്നില്ല എൻ്റെ സഹോദരി എൻ്റെ കാന്തയെന്ന്. ആ പറഞ്ഞിരിക്കുന്ന കാന്ത, ആ കാമുകൻ്റെ കാമുകി, ആ മണവാളൻ്റെ മണവാട്ടി, ആ മണവാളൻ്റെ സഹോദരിയാണ്, ആ കാമുകൻ്റെ കാമുകി സഹോദരിയാണ്. അപ്പം അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ളത് നമ്മൾ മനസ്സിലാക്കി. വെറുതെ ഒരു വാക്യം വായിക്കുമ്പോൾ എന്ത് തോന്നും? ഇവിടെ എൻ്റെ സഹോദരി എൻ്റെ കാന്തേ എന്ന് വായിച്ചു പോകാൻ പറ്റും. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ആശയം എന്തു വലിയൊരു ആശയമാണ്. അത് ഈ ബൈബിളിൻ്റെ ആശയമാണ്. ഗലാത്യർ 3-ാം അധ്യായത്തിൻ്റെ ഏകദേശം 15-16 ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണമെന്ന്. അവിടെ ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവർ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തത്തിന് അവകാശികളും. അതാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഗലാത്യർ 3 വായിച്ചു നോക്കണം. എങ്ങനെയാണിത് സാധ്യമാകുന്നത് എന്നുള്ളത് ഗലാത്യർ 3 വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നൊന്ന് നമ്മൾക്ക് ഇന്നലെ ബെരോവയിലെ ആളുകളെ കുറിച്ച് പറഞ്ഞതുപോലെ ഒന്ന് വായിച്ച് അതങ്ങനെ തന്നെയാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക.
മൂന്നാമത്തെ വായന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 18-19 അധ്യായങ്ങൾ. 18 അധ്യായം നമ്മൾ കാണുന്നത് അവർ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. അപ്പോൾ കൊരിന്തിൽ സഭ ഉണ്ടായിരുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. എങ്ങനെ അറിയാം? കൊരിന്ത്യർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. അപ്പോൾ കൊരിന്തിൽ സഭ സ്ഥാപിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. അപ്പോൾ അവർ കൊരിന്തിലെത്തി. യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗദ്യോസ് സീസറുടെ കൽപ്പന ഉണ്ടായിരുന്നതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് അവിടെ വന്ന കൊരിന്തിൽ വന്ന അഥേന അറിയാമല്ലോ, അഥേന ഇറ്റലി ഒക്കെ വരുന്ന ഭാഗമാണ്. അവിടുന്ന് ഇറ്റലിയിലെ ഗ്രീസ്. അപ്പോൾ അങ്ങനെ ഇറ്റലിയിൽ നിന്ന് റോമാ നഗരം വിട്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വന്നൊരു സഹോദരനാണ് അക്വിലാസ് അവിടെ വന്നു. അക്വിലാസും ഭാര്യ പ്രിസ്കില്ലയും. അക്വിലാസ് എന്നൊരു യഹൂദനും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. അവർ ഈ പൗലോസ് അപ്പോസ്തലൻ്റെ തൊഴിൽ ഈ കൂടാരപ്പണിയായിരുന്നു. ഈ അക്വിലാസിൻ്റെയും തൊഴിലും കൂടാരപ്പണിയായിരുന്നു. അപ്പോൾ തന്നെ അവർ ഒരുമിച്ച് പാർത്ത് വേല ഒരുമിച്ച് ചെയ്തും പോകുന്നു. നമ്മൾ അങ്ങോട്ട് വായിക്കുകയാണ്. അവരെന്നാൽ ശബ്ബത്ത് തോറും പള്ളിയിൽ ചെല്ലാൻ ഉള്ള കാര്യത്തിൽ അവർ ഉപേക്ഷ വിചാരിക്കാതെ അവരോട് ഇടപെട്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിക്കുകയും ചെയ്തു. അപ്പം ആൾ മോശമല്ലല്ലോ, നന്നായി സംസാരിക്കാൻ കഴിവുള്ള, വചനത്തെ അതിൻ്റേതായ രീതിയിൽ സംസാരിച്ച് അവരെ വശീകരിക്കാൻ അല്ലെങ്കിൽ അവരെ സമ്മതിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാകില്ല എന്നുള്ളത് പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ട് അവരതിനെ കോട്ടിക്കളയുന്ന പത്രോസ് പറഞ്ഞു. പക്ഷേ മനസ്സിലാകാത്തതുണ്ടെങ്കിലും കഴിയുന്നതും മനസ്സിലാക്കി അവരെ സമ്മതിപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ കാണുന്നത് ശീലാസും തിമോത്തിയോസും ഒരു വഴിക്ക് പോയിരുന്നല്ലോ. എന്നിട്ട് മക്കോദോന്യയിൽ വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി കൊണ്ട് യേശു തന്നെ ക്രിസ്തു. അപ്പോൾ ഇവർ യേശുവിനെ കാത്തിരുന്നവരാണ്. അതുകൊണ്ടാണ് ഇതങ്ങനെ പറയുന്നത്. യേശുവിനെ കാത്തിരുന്ന, മശിഹായെ കാത്തിരുന്ന ഒരു ജനം. കാത്തിരുന്ന ജനം മശിഹ വന്നപ്പോൾ മശിഹായെ കൊന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പം നിങ്ങൾ കൊന്ന, അല്ലെങ്കിൽ കൊന്നവരിവിടെ യഹൂദന്മാരുണ്ടെങ്കിൽ നിങ്ങൾ കൊന്ന യേശു യഥാർത്ഥത്തിൽ നിങ്ങൾ കാത്തിരുന്ന മശിഹയാണ് അല്ലെങ്കിൽ ക്രിസ്തുവാണ് എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് വസ്ത്രം കുടഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനി ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്നവരോട് പറഞ്ഞു. അവിടെ വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ ചെന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളുടെ നാശത്തിന് നിങ്ങളാണ് ഉത്തരവാദി. യഹൂദന്മാരോട് പറഞ്ഞതാണ്. കാരണം അവരെ കൊന്നതുകൊണ്ട് തന്നെ യഹൂദന്മാർ കൊന്നവരാരും ഈ കൂട്ടത്തിൽ കാണണമെന്നില്ല. പക്ഷെ യഹൂദന്മാർ കൊന്നതുകൊണ്ട് യഹൂദന്മാർക്ക് എല്ലാവർക്കും അതിനകത്ത് അനുകൂലമുള്ള ചിന്തയും കാണുമല്ലോ. അപ്പോൾ അവരൊരിക്കലും സമ്മതിക്കില്ല ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന്. ഞങ്ങൾ ചെയ്തത് ശരിയാണ്, ഞങ്ങൾ നീതിയായ കാര്യമാണ് ചെയ്തതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇവരെ എതിർത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെയാണ് കാരണം, ഞാൻ നിർമ്മലൻ, ഇനി ജാതികളുടെ അടുക്കിലേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ വിട്ടു പോവുകയാണ്. പിന്നെയാണ് യുസ്തോസിൻ്റെ വീട്ടിൽ പോയി അവിടെ പാർക്കുന്നത്. അപ്പോൾ കൊരിന്തിൽ അനേകം പേര് വിശ്വസിച്ചു സ്നാനമേറ്റു. ഒരുപാട് പേര് വിശ്വസിച്ചു. എന്നിട്ട് പൗലോസിനോട് രാത്രി ദൈവം ദർശനത്തിൽ വന്ന് പറഞ്ഞു, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കൈയേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ കൊരിന്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. അതുകൊണ്ട് പത്രോസ് അവിടെ 1.5 വർഷം അവിടെ താമസിച്ചു ദൈവത്തിനെ ഉപദേശിച്ചു. ആ കൊരിന്തിൽ 1.5 വർഷം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് യഹൂദന്മാർ പൗലോസിൻ്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റു. അത് ന്യായാസനത്തിന് മുമ്പ് കൊണ്ടുവന്നു. അവിടെ ഗല്ലിയോനാണ് അഖായിയിൽ ദേശാധിപതിയായി വാഴുന്ന സമയം. ഇവരെ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിക്കാൻ ഇവരെ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്നുള്ളതാണ് പൗലോസിൻ്റെയും ഒക്കെ എതിരെയുള്ള ഇവരുടെ യഹൂദന്മാരുടെ കുറ്റാരോപണം. ദേശാധിപതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ പൗലോസ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരെ വല്ല അന്യായമോ വല്ല പാതകമായിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. അതായത് വല്ല കൊല ചെയ്തതോ വല്ല മോഷ്ടിച്ചോ ആയതാണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റും. നിങ്ങളുടെ വചനത്തെയും നാമങ്ങളെയും കുറിച്ചുള്ള സംഗതികളെക്കുറിച്ച് ഈ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കസംഗതികൾ അത് നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളൂ, എനിക്കതിനെക്കുറിച്ച് ന്യായം പറയാനൊന്നും എനിക്ക് മനസ്സില്ല എന്ന് ഈ ഗല്ലിയോൻ അധിപതി പറയുകയാണ്. എന്നിട്ട് അവരെ ന്യായസ്ഥലത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്റ്ററോസിനെ പിടിച്ച് ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് അടിച്ചു. ഇതും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. ന്യായാസന മുമ്പിൽ വെച്ച് തന്നെയാണ് അവർ പള്ളിപ്രമാണിയെ പിടിച്ച് അടിച്ചത്. അപ്പോഴും
അത് ഗല്ലിയോൻ്റെ വിഷയമല്ല. ഗല്ലിയോൻ അതിനകത്ത് ഒരു കാര്യമില്ല. ഗല്ലിയോൻ എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ച് അത് കളഞ്ഞു. കാരണം ഗല്ലിയോൻ്റെ വിഷയത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നൊരു കാര്യമല്ല. ഗല്ലിയോനെ നോക്കേണ്ട കാര്യമില്ല, വെറുതെ സമയം കളയാന്നുള്ളതാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് പൗലോസിന് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കർമ്മക്കരയിൽ വെച്ച് തല ക്ഷൗര്യം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്വിലോസിനോടും കൂടി കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി. അവനെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറേ കൂടി താമസിക്കണമെന്ന് അപേക്ഷിച്ചിട്ട് അവിടെ താമസിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. എഫെസോസിലാണ് എത്തിയതിപ്പോൾ നമ്മൾ കണ്ടത്. സുറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി. അവിടെ നിന്ന് എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസരിയിൽ വന്നിറങ്ങി. അവിടെ നിന്ന് യെരുശലേമിൽ ചെന്നു സഭയെ വന്ദനം ചെയ്ത് അന്ത്യോക്യയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ തിരിച്ച് വീണ്ടും അന്ത്യോക്യയിൽ എത്തി. അന്ത്യോക്യയിൽ രണ്ടാമതും അന്ത്യോക്യയിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് അന്ത്യോക്യയിലേക്ക് പോയി അവിടെ കുറേ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യ ദേശത്തിലും ഫ്രിഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെ ഉറപ്പിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് അവിടെ എത്തി അക്വിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാൽ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗ്ഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അപ്പം കൂടുതലായി അവർ ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ അപ്പല്ലോസ് എന്നു പേരുള്ളൊരു യഹൂദൻ എഫെസോസിലെത്തിയപ്പോൾ അവിടെ പ്രിസ്കില്ലയും അക്വിലാസും കൂടി കൂടുതലായി അവനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവിടെയും അവരും അതുപോലെ യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി കണ്ണിച്ച് കളഞ്ഞു. പൗലോസല്ല, ഈ പറഞ്ഞ അക്വിലാസും പ്രിസ്കില്ലയും അതുപോലെ ഈ പറഞ്ഞ അപ്പല്ലോസാണ് കേട്ടോ. അപ്പല്ലോസും ഒക്കെയും ഈ ശിഷ്യൻ അത്ര കണ്ടവർ പ്രാഗൽഭ്യത്തോട് സംസാരിച്ചാൽ മാത്രമേ അത് ഖണ്ഡിക്കാനൊക്കെ ഉള്ളൂ. ഇടയ്ക്കൊന്ന് വീണുപോയി, സംശയം തോന്നി, അവിടെ ഒന്ന് ആലോചനക്കുഴപ്പം വന്നാൽ അവിടെ തോറ്റുപോവുകയുള്ളൂ. പിന്നെ നമ്മൾ കാണുന്നത് 19-ാം അധ്യായത്തിൽ അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. അപ്പോൾ പൗലോസ് വീണ്ടും എഫെസോസിൽ വന്നു. അവിടെ വെച്ചിട്ട് പരിശുദ്ധാത്മാവുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടില്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതാണെന്ന് ചോദിച്ചു. അത് യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം. യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കഴിപ്പിച്ചത്. തൻ്റെ പിന്നാലെ വരുന്നവനെ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു. ഇത് കേട്ടാൽ അതുവരെ അവർ യേശുവിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. യോഹന്നാൻ്റെ സ്നാനം ഏൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോൾ അവിടെ രണ്ടാമതൊരു സ്നാനമേറ്റു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ യേശുക്രിസ്തുവിനെ അറിയാതെയുള്ള സ്നാനമാണ് യോഹന്നാൻ നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ. അല്ലാതെ യേശുക്രിസ്തുവിൽ ഉള്ള ഒരു സ്നാനം, യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടെടുത്തൊരു സ്നാനം എടുത്തിട്ട് എന്നിട്ട് വേറൊരു സ്നാനം എടുക്കുന്നതല്ല. അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. യോഹന്നാൻ പറഞ്ഞ സ്നാനം അത് യേശുക്രിസ്തുവിനെ അറിയാത്ത സ്നാനമാണ്. യേശുക്രിസ്തുവിനെ അറിയുന്നൊരു സ്നാനം എന്ന് പറയുന്നത് അറിയുന്നത് പോലെ അറിഞ്ഞാൽ അതൊരു സ്നാനമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും ഒക്കെ കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ അവിടെ പ്രസംഗിച്ചു. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ ആളുകൾ ദുഷിച്ചു. അപ്പോൾ അവർ അവിടുന്ന് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നസിൻ്റെ പാഠശാലയിൽ ദിനംപ്രതി സംഭവിച്ചു വന്നു. അത് 2 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഈ പറഞ്ഞ ദൈവം കൂടെ ഇരുന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഇരുന്ന് ഇവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിപ്പിക്കുന്നുണ്ട്. അത് സംഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ സംഭവിക്കുന്ന മുഖാന്തരമായിട്ട് അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കാൻ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും മുത്തരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും. അപ്പം പൗലോസ് പറയണ്ട, നിൻ്റെ സൗഖ്യമാകുക, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യമാകുന്നു, നിനക്ക് സൗഖ്യമായി എന്നൊന്നും പറയണ്ട, തൊടണ്ട. ദേഹത്തിട്ടിരിക്കുന്ന കർച്ചീഫും ഉത്തരിയും ഒക്കെ രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടാൽ പോലും അവർ സൗഖ്യമാകുകയും അവരുടെ രോഗങ്ങൾ മാറിപ്പോവുകയും ദുരാത്മാക്കൾ വിട്ടുപോവുകയും ചെയ്യുന്നത് കാണുകയാണ്. അപ്പം അങ്ങനെയാണിത് വളരുന്നത്. അപ്പോൾ ദൈവം ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു തെളിവ് അവർക്ക് ലഭിക്കുന്നത് വഴിയാണ് അവർ കൂടുതൽ ആളുകൾ ഇത് വിശ്വസിച്ച് വരുന്നത്. അപ്പോൾ അവിടെ ഈ എഫെസോസിലാണെന്ന് തോന്നുന്നു, ആ കാലത്ത് ഈ മാർഗത്തെ എഫെസോസിൽ തന്നെ
വലിയ കലഹമുണ്ടായി ഈ മാർഗത്തെ ചൊല്ലി. ഈ മാർഗം ഏതാണ്? യേശുക്രിസ്തുവിൻ്റെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന മാർഗത്തെക്കുറിച്ചാണ്. ഇപ്പോൾ വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ ഉണ്ടാക്കുന്ന ദെമത്രിയോസ് എന്നൊരു തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവന് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പം അയാൾ ഈ സമ്പാദ്യമൊക്കെ, അവിടുത്തെ സമ്പാദ്യം വരുന്നതൊക്കെ ഈ ഒരു തൊഴിൽ കൊണ്ടാണ്. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ച് കളയുന്നു. അതായത് ബിംബങ്ങളും കൈകൊണ്ടുണ്ടാക്കിയത് ഒന്നും ദൈവമല്ല, ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അർത്തമീസ് മഹാദേവി ഭയങ്കര സംഭവമാണ്. ആ അർത്തമീസ് മഹാദേവിയുടെ രൂപങ്ങളാണ് അവിടെ തട്ടാൻ വരുത്തിക്കൊണ്ട് അവരത് നേർച്ചയായിട്ട് കൊണ്ട് ഭണ്ഡാരത്തിലൊക്കെ ഇടുന്നത്. അപ്പോൾ അവിടെ അവർക്ക് ഉപദേശം കിട്ടുന്നത്, അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തമീസ് ദേവി മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആ കേട്ടവരും പറഞ്ഞവരെല്ലാവരും കൂടി ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫേസ്യർ അർത്തമീസ് മഹാദേവി എന്ന ആർത്ത് പട്ടണം മുഴുവൻ കലഹം കൊണ്ട് കേട്ടവർ അത് കേട്ടിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു. എന്തിനാ ചോദിച്ചാൽ പലർക്കും അറിഞ്ഞും കൂടെ എന്തിനാണ് ഈ സംഭവം. പക്ഷേ പട്ടണം കലങ്ങി. പൗലോസ് അവരുടെ ഇടയിലേക്ക് ചെല്ലാൻ പോയപ്പോഴത്തെ ശിഷ്യന്മാർ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. അവരെ പോയില്ല, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ ജനസംഘം കലക്കത്തിലായി. മിക്കവരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയാകും. എന്തിനാണ് വന്നുകൂടിയെന്ന് അറിയത്തില്ല. ബഹളം കേട്ട് വന്നുകൂടി അടിയിടാ കൊല്ലടാന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്നു, അതിനൊക്കെ തയ്യാറാണ്, റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ എന്താണ് ഈ സംഭവം, എന്തിനാണ് ഈ സംഭവം എന്ന് അവർ അറിയുന്നില്ല. അപ്പോൾ അലക്സാണ്ടർ ഗാംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിവാദിപ്പാൻ ഭാവിച്ചു. എന്നാൽ അവൻ യഹൂദൻ എന്നറിഞ്ഞപ്പോൾ എഫെസർ അർത്തമീസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി 2 മണിക്കൂർ ഏകശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. പിന്നെ പട്ടണമേനവൻ, ടൗൺ ക്ലർക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫെസി പുരുഷന്മാരെ, എഫസോസ് പട്ടണം അർത്തമീസ് ദേവിക്കും ആകാശത്ത് നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്നറിയാത്തൊരു മനുഷ്യൻ ഇല്ല. ലോകത്തെല്ലാവർക്കും അതറിയാം. ഇത് എതിരില്ലാത്തൊരു മൊഴിയാണ്. അതുകൊണ്ട് നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യരുത്, നിങ്ങൾ അടങ്ങിപ്പാർക്കണം. കാരണം ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നുവല്ലോ. അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും ബലവൻ്റെ നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്. ദേശാധിപതികളുമുണ്ട്. അവർ വ്യവഹരിക്കട്ടെ, അവരുടെ കുറ്റം തെളിയട്ടെ, അവർക്ക് അപ്പം നമുക്ക് ശിക്ഷ കൊടുക്കാം. വേറെ കാര്യം എന്തെങ്കിലും ചൊല്ലിയാണെങ്കിൽ വാദം ധർമ്മസമയത്ത് തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായകയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തപ്പെടുവാൻ ഇടയുണ്ട് സ്പഷ്ടം. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു പോകണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു. അപ്പം ഇവിടെ വലിയൊരു ഇടപെടൽ, ദൈവത്തിൻ്റെ ഇടപെടൽ ആ മനുഷ്യനിലൂടെ അവിടെ ഉണ്ടായെന്ന് തന്നെ അവിടെ കാണാനില്ല. അല്ലെങ്കിൽ കൂട്ടം കൂടി യേശുക്രിസ്തുവിനോട് പറയുന്ന പോലെ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നല്ലോ, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ജനത്തെപ്പോലെ ഒരു ജനക്കൂട്ടം ഇവിടെ പൗലോസിനും ഇവർക്കും എതിരെ കൂടി നിൽക്കുകയാണ്. കൈ കിട്ടിയാൽ കൊല്ലും, ആ തരത്തിൽ. കാരണം അർത്തമീസ് ദേവി, ശബരിമലയുടെ വിഷയമൊക്കെ വന്നപ്പോൾ ഇവിടെ ആൾക്കാരെങ്ങനെയാണ് പ്രതികരിച്ചെന്ന് കണ്ടല്ലോ. പ്രതികരിച്ച് ഇളക്കി വിടാനൊക്കെ ആളുകളുണ്ട്. അതുപോലെ അവിടെ ഇളക്കി വിടാൻ ആളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് അവരുടെ ഇടയിലോട്ട് ചെന്നാൽ കൊല്ലും. അതാണ് അർത്തമീസ് ദേവി അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ടാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക്, അവർ തലമുറയായി അവർ വിശ്വസിച്ച് വരുന്നൊരു വിശ്വാസമാണ്. അർത്തമീസ് ദേവിയുടെ എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ അവർ എന്തും ചെയ്യാൻ മടിക്കില്ല. അപ്പോൾ ആ അവസ്ഥയിൽ അവരെ ശമിപ്പിക്കാൻ തക്കണം. ശമിക്കുന്നൊരു കൂട്ടവുമല്ല, എന്നാൽ അവരെ ശമിപ്പിച്ചു, അവരെ ആശ്വസിപ്പിച്ചു, അവരോട് സമാധാന വാക്കുകൾ പറഞ്ഞു. അങ്ങനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. 3 ഭാഗങ്ങൾ ഇവിടെ അവസാനിച്ചു. 2 അധ്യായങ്ങളും ഒരുപാട് വാക്യങ്ങളും ഒരുപാട് സംഭവ പരമ്പരകളും ഉള്ള അധ്യായങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ. സമയം ഒരുപാട് എടുക്കുന്നുണ്ട്, എനിക്കറിയാം, ക്ഷമിക്കണം. എല്ലാം നമ്മുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടിയാണെന്ന് കരുതി കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ഇരിക്കാൻ നമുക്ക് കിട്ടുന്നൊരവസരത്തെ നന്നായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ സമയം പറയാനുള്ളത്. ദൈവം സമൃദ്ധമായി
അനുഗ്രഹിക്കട്ടെ. ദൈവകൽപ്പന അനുസരിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമാണ്. ദൈവകൽപ്പന കേൾക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തെ അന്വേഷിക്കുന്നത്, സത്യമാണോ എന്ന് പരിശോധിക്കുന്നത് ഒക്കെയും ദൈവത്തിന് പ്രസാദകരമായത്. സത്യത്തിൻ്റെ പക്ഷം നിൽക്കുക, ദൈവത്തിൻ്റെ റിയൽ അനുഗ്രഹം, അത് ബൈബിളിൽ പറയുന്ന അനുഗ്രഹം പ്രാപിപ്പാൻ എനിക്കും താങ്കൾക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.